ഐഡിയസ്. ഇന്ന് ജൂൺ 26. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? യെസ്, ലോക ലഹരി വിരുദ്ധ ദിനം, വേൾഡ് ആൻറ്റി ഡ്രഗ് ഡേ. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ? മക്കളെ, നമ്മളെ ഫിസിക്കലി ആയാലും മെൻ്റലി ആയാലും നമ്മളെ ലൈഫിനെ തന്നെ ഇല്ലാതാക്കുന്ന, നശിപ്പിക്കുന്ന വസ്തുക്കളാണെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ. അപ്പം നമ്മൾ ഡെയിലി ന്യൂസുകൾ കേൾക്കാറുണ്ട്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ലഹരിക്ക് അടിമയായി ഒരു കുടുംബത്തെ തന്നെ ഇല്ലാതാക്കിയ, കൊന്നൊടുക്കിയ പല പല ന്യൂസുകൾ നമ്മൾ ലഹരി പദാർത്ഥങ്ങളുമായി റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അതായത് ലഹരിക്ക് അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. ലഹരി വസ്തുക്കൾക്ക് അടിമയായി അവരുടെ ജീവിതവും അവരുടെ ആരോഗ്യവും എല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും അത് കാർന്നു തിന്നും. നമ്മളുടെ മനസമാധാനം ഇല്ലാതാക്കും. ആദ്യമൊക്കെ എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കൂ, ഇതൊന്ന് ഉപയോഗിച്ചാൽ നല്ല സുഖം കിട്ടും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പ്രേരിപ്പിക്കും. ആദ്യം ഇങ്ങനെ പ്രേരിപ്പിക്കുമ്പോൾ നമ്മൾ എടുത്തു ചാടി അതിലേക്ക് വീണത് തന്നെയാണ്. നിങ്ങളെ ആരെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനായി പ്രേരിപ്പിച്ചാൽ നിങ്ങൾ പറയേണ്ടത് നോയാണ്. ആര് പ്രേരിപ്പിച്ചാലും നോയാണ്. പോരാത്തതിന് നിങ്ങളെ ആരെങ്കിലും ഇത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കൂൾ അധികൃതരെ അറിയിക്കുക, പേരൻസിനെ അറിയിക്കുക, വേണ്ടപ്പെട്ട അധികൃതരെയൊക്കെ അറിയിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സ്കൂൾ കേന്ദ്രീകരിച്ച് സ്കൂളുകൾക്ക് ചുറ്റുപാടും പല മിഠായി രൂപത്തിലും അതേപോലെ ബബിൾക്കം പല രൂപത്തിലുമായിട്ടും കുട്ടികൾക്ക് ആദ്യം വെറുതെ കൊടുക്കും, ഇതൊന്ന് കഴിച്ചു നോക്കൂ എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൊടുത്തിട്ട് അതിനകത്ത് ലഹരി പദാർത്ഥമുള്ള മിഠായികളായിരിക്കും. എന്നിട്ട് കുട്ടികളെ അതിലേക്ക് അഡിക്റ്റ് ആക്കുക. കുട്ടികൾ എന്ത് ചെയ്യുക, പിന്നെയും കുട്ടികളെ ഇത് വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പ്രേരിപ്പിക്കുകയും പിന്നീട് അവരെ എന്തിലേക്ക്, ലഹരിക്ക് അടിമകളാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് തന്നെ. അപ്പം നിങ്ങൾ പരിചയമല്ലാത്ത ആര് നിങ്ങൾക്ക് ഒരു മിഠായി തന്നാലും ശരി, എന്ത് തന്നാലും ശരി, നിങ്ങളത് സ്വീകരിക്കാൻ പാടില്ല. നിങ്ങൾ ഇത്തരത്തിൽ എന്തെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടെങ്കിൽ നിങ്ങളത് അധികൃതരെ അറിയിക്കേണ്ടതുണ്ട്. അപ്പോൾ പുകയില പദാർത്ഥങ്ങളായിക്കോട്ടെ, മദ്യപാനം ആയിക്കോട്ടെ, ഇനി മയക്കുമരുന്നായിക്കോട്ടെ, അങ്ങനെ പല പല പേരുകളിൽ ഇന്ന് ലഹരി പദാർത്ഥങ്ങളുണ്ട്. മക്കളെ, നമ്മുടെ കേരളം സാക്ഷരതയിലും ആരോഗ്യത്തിലൊക്കെ മുൻപന്തിയിലാണ്. അതേപോലെ തന്നെ ഇത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിലും ഇപ്പം മുൻപന്തിയിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളടുത്ത് ആരെങ്കിലും ഇത്തരത്തിൽ ഡ്രഗ്സ് ഉപയോഗിക്കാനായി പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോ പറഞ്ഞിരിക്കണം. നിങ്ങളത് അപ്പം തന്നെ നോ പറഞ്ഞിരിക്കണം. മക്കളെ, നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും തന്നെ എന്തിനു പുറകെ പോകാൻ പാടില്ല, ലഹരിക്ക് പുറകെ പോകാനായിട്ട് പാടില്ല. നമ്മളുടെ ലഹരി എന്ന് പറയുന്നത് നമ്മളുടെ സക്സസ് ആണ്, നമ്മളുടെ എഡ്യൂക്കേഷനാണ്. നമ്മൾ നന്നായിട്ട് എഡ്യൂക്കേഷൻ നേടുക, എന്നിട്ട് നന്നായിട്ട് പൊരുതുക, നന്നായി പഠിക്കുക. അല്ലാതെ ഇത്തരത്തിലുള്ള ഡ്രഗ്സുകൾക്ക് പുറകെ ആവരുത് നമ്മൾ പോവേണ്ടത്. അപ്പം ഇന്ന് തൊട്ട് നിങ്ങൾ ആ പ്രതിജ്ഞ എടുക്കുക. ആര് നിങ്ങളെ നിർബന്ധിച്ചു കഴിഞ്ഞാലും നിങ്ങൾ അതിന് പുറകെ പോവില്ല എന്നുള്ളത് പ്രതിജ്ഞ എടുക്കുക. നമ്മളുടെ സമൂഹത്തിന് വേണ്ടി, നമ്മളുടെ പാരൻസിനോടും ഒക്കെ നമ്മൾ ഒരു കടപ്പെട്ടിരിക്കേണ്ടതുണ്ട് അല്ലേ? അപ്പം മക്കളെ, ഡ്രഗ്സിനോട് സേ നോ ടു ഡ്രഗ്സ്. ഓക്കെ.